ഓടണ്ട ഓടണ്ട വീഴൂലേ? എന്തുപറ്റി? മോന്ത വീർപ്പിച്ച് വെച്ചേക്കണ വഴക്കണോ? വഴക്കുണ്ട് കേട്ടോ. ഇനി അമ്മ എവിടെയും പോകൂല, ഇവിടെ തന്നെ ഉണ്ടാവും. പാറുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മ വന്നേ ലച്ചു. ആ അമ്മ എത്തിയാ? അമ്മ എങ്ങനെയാ നോട്ടയില്ല? അങ്ങനെ പടവലം നീലു പടവലം കൊട്ടാരം വിട്ട് നാട് കാണാൻ ഇറങ്ങി. ഇത് മൊത്തം വിഷമം അച്ഛനമ്മയും വിട്ട് വന്നോണ്ടാ? നമ്മളൊക്കെ ഓർമ്മ വേണ്ട? അച്ഛനത് എന്താ അച്ഛാ? അമ്മ വരെ നോക്കിയിരിക്കുവോ തുടങ്ങാനായിട്ട്? നിനക്ക് എന്തടേ എന്റെ ഭാര്യയുടെ അടുത്ത് എനിക്കൊന്ന് സംസാരിച്ചൂടെ? ഇങ്ങനെയാണോ ബാലച്ചു സംസാരിക്കുന്നത്? നീ കേട്ടാ ഈ കൊച്ചിൽ ലച്ചുനെ പോലെ തുടങ്ങിയിരിക്കുകയാണ്. രണ്ടും കൂടെ തലങ്ങും വലവും തന്നെ തട്ടി കളിക്കുകയാണ്. കൊച്ചിന്റെ മമ്മി വന്നല്ലേ? അങ്ങനെ എല്ലാ പ്രശ്നവും കുറച്ച് നാളേ കാണുള്ളൂ. കലങ്ങി തെളിയേണ്ട സമയത്ത് എല്ലാം അങ്ങ് കലങ്ങി തെളിയും. പിന്നെയും കലങ്ങും. അല്ല പിന്നെ തെളിയും, പിന്നെ കലങ്ങും തെളിയും, അങ്ങനെ അങ്ങ് പോകും. ലച്ചേ, നീ പറഞ്ഞല്ലേ നിന്റെ അമ്മ വരുമ്പോ നീ കുഴിപ്പള്ളത്ത് പോകുന്നു, എന്ത് പോകണില്ലേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? നീ പറഞ്ഞില്ലേ? ഞാൻ പാർക്കുട്ടി പറഞ്ഞില്ലേ? ദേഷ്യം വന്നപ്പോ പറഞ്ഞു. ദൈവമേ, എടോ ഞാൻ അങ്ങനെ പറഞ്ഞോടോ? പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നാണോ നാളെയാണോ പോന്നേ? ഭയങ്കരി, നിന്നെ തോളത്ത് വെച്ചോണ്ടിരുന്ന എനിക്ക് ഇത് എന്നെ കിട്ടണം കേട്ടാ. ചിരിക്കി. എന്നാലും ഈ കൊച്ചിനെ കൂട്ടി ഉടനെ ഒന്ന് പടവലത്ത് പോകണം. ഉടനെ പോണോ? അച്ഛനും അമ്മയും പറഞ്ഞു ഇവരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. അങ്ങനെ പടവലം കയറി ഇങ്ങോട്ട് ചാഞ്ഞു. ഇന്ന് ഏറ്റിക്കരക്കാരും കൂടെ ശാന്തരാങ്കി എല്ലാം ഓക്കെ ആയി. അങ്ങനെ അങ്ങ് ഓക്കെ ആവോ അച്ഛാ? ആവൂല, എപ്പോഴെങ്കിലൊക്കെ ഓക്കെ ആവും. അത് താൻ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. നീരുവേ, നീ രാവിലെ വല്ലതും കഴിച്ചിട്ട് തന്നെ അറിയുന്നത്? രാവിലെ അമ്മ അരിക്കൊളക്കട്ടയും തേങ്ങ പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കി തന്നു. നീ നാലഞ്ചെണ്ണ ഇല പോയിച്ചോണ്ട് വരാത്. ഇനിയിപ്പോ കൊളക്കട്ട പോയിട്ടുണ്ട് വരാത്തതിന്റെ കുറവേ ഉള്ളു ഇങ്ങോട്ട്. എന്തോന്നാ വലിച്ചത്? എന്തൊരു കൊതി. അമ്മക്ക് ചായ കട്ട ചായ എന്തെങ്കിലും വേണോ? ഒരു കട്ടൻ ചായ ഇട്ടേ, ഭയങ്കര തലവേദന. നീലമ്മ ഞാൻ ഇട്ടുതരാം. കൊച്ചെ, താൻ അടുക്കളയിൽ കയറി തുടങ്ങിയാ? പിന്നെ എന്റെ ശിഷ്യാണ് ഇവളാണ് എന്റെ അടുക്കള ഗുരു. നിന്റെ കാര്യം അതോ ഗതി കൊച്ചേ. നീലമ്മ വാ, എന്തോന്നിത്? കൊച്ചു കൈ ഇവിടെ നിന്ന് മാറില്ലേ? സ്ഥാപിച്ചിരിക്കുകയാണ് അവിടെ. അച്ഛനെ ആക്സിഡന്റ് കാര്യം ഇപ്പൊ അമ്മ അടുത്ത് പറയണ്ട. ഞാനും പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇത് നിസ്സാരമായിട്ട് വിട്ട് കളയണ്ട കേട്ടോ. ആര് വിട്ട്? എന്തായാലും രാംകുമാറിനൊന്ന് കാണണം. രാംകുമാറിനെയൊക്കെ കണ്ടോ, പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ചോദിക്കരുത്. അതില്ല. കണക്കോക്കാണോ? കണക്കോക്കാണോ? കുറെ ദിവസം അവധി എടുത്ത് കറങ്ങി കിടന്നതല്ലേ. കണക്ക് കാര്യങ്ങളൊക്കെ ആപ്പടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ആ എഞ്ചിനീയർ ആയതുകൊണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും ജോലി പറഞ്ഞു വിട്ടേ. നീ ഓഫീസ് വിളിച്ചാ? വിളിച്ചായിരുന്നു. പെൻഡിങ് കുറെ ജോലി കിടപ്പുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞു. ബാലേ, വിഷ്ണുവും ആ കൊച്ചും നേരെ പോകണ്ടല്ലോ അല്ലേ? പിന്നെ അവര് അടിപൊളിയല്ലേ. അവനെ ബാംഗ്ലൂർ എങ്ങനെ പോണെന്ന് പറഞ്ഞിട്ട്. ബാംഗ്ലൂരാ? എന്ന് പോണെന്ന്? നാളെ മറ്റന്നാളെ പോണെന്ന്. കേരളത്തിലെ അവരുടെ ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് അവരും സുരേഷ് ഏട്ടൻ അവൻ്റെ മാനേജർ കൂടെ പോണെന്ന്. കഷ്ടമായിപ്പോയല്ലോ. ഈ ശനി ഞായറും പടവലത്തേക്ക് കൊണ്ടുപോകാൻ അച്ഛനമ്മയും പറഞ്ഞായിരുന്നു അവരെ. അപ്പം പടവലത്തിൽ നിന്ന് ഫുൾ പ്ലാനായിട്ടാണ് വന്നതല്ലേടി? പ്ലാനാ? രാജി, നിന്റെ അമ്മ അവിടെ വന്നിട്ട് ആ കൊച്ചിൻ്റെ പുറകെ നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അപ്പം മനസ്സിലായി കൊച്ചു നല്ല പൈസക്കാരിയാണെന്ന്. അതുകൊണ്ടാണ് കൊണ്ടുപോകാൻ ഇത്ര ഉത്സാഹം. അത് തന്നെ. ആ കൊച്ചിന്റെ പണം കണ്ടിട്ടേ എൻ്റെ അച്ഛൻ്റെ അമ്മനെ കണ്ണു തള്ളി പുറത്തേക്ക് വന്നു. എന്തേ കുഴപ്പം? ലച്ചു, ആ കൊച്ചിനെ വിളിച്ചേ. എവിടെ? എന്തോ നിരുമ? വിഷ്ണു ബാംഗ്ലൂർ പോവാണോ? ഒരു മീറ്റിംഗ് ഉണ്ട്. എന്ത് മീറ്റിംഗ്? അറിയത്തില്ല, ഈ ബ്രാഞ്ചിൽ നിന്ന് ഓഫീസേഴ്സ് എല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഒരാഴ്ചയെങ്കിലും എടുക്കുന്നാ പറഞ്ഞത്. ചേച്ചി കൂടെ പോയി അടിച്ചുപൊളി. അത് തന്നെ, കൂടെ പോടോ. എടോ, ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ, ഞാൻ എങ്ങനെ പോകുന്നേ? ഇനി അമ്മയും പപ്പയും കൂടെ രണ്ടുപേർക്കും കൂടി വിദേശ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും. അപ്പാച്ചൻ കൂടെ പോകാനുള്ള പിണക്കം കാണിക്കത്തില്ലേ? ഇവളെ അമ്മയല്ലേ മുടിയിൽ വലിയ ജോലിയൊക്കെ ഓഫർ ചെയ്തു. പക്ഷെ അതില് കാര്യമൊന്നുമില്ല. ചേട്ടൻ വീഡിയോ എടുക്കൂല, ചേട്ടൻ അഭിമാനിയല്ലേ. കൊച്ചേ, ഞാൻ ഉള്ളത് തുറന്നു പറയാം. വല്ലതും തരുന്ന സമയത്ത് കൈയിട്ട് വല്ലതും വാങ്ങിച്ചോണം. വേണ്ടതെന്ന് പറഞ്ഞിടയല്ലേ.
ബാലുച്ചൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആനയും അമ്പാരിയും പട്ടും വളയൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ ഒന്നും വേണ്ടേ, അവിടെ ഇരിക്കട്ടെ, നമുക്കുള്ളതല്ലേ, ഒന്നും വേണ്ട. ഇപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ കിടന്ന് കരഞ്ഞ് അലറായിട്ട് വിളിച്ച് തല വിളിച്ച് ആനകളിൽ അതിൽ നിന്ന് ഒരു തരി ഇങ്ങോട്ടൊന്നും കേട്ടിട്ടില്ല. ഈ ബാലോചന എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് നമുക്കറിയില്ലേ. ബാലുച്ചൻ്റെ വീട്ടിൽ നിന്ന് 5-6 കുളവും കുറേ സ്ഥലവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ബാലുച്ചൻ്റെ അച്ഛൻ. എന്നിട്ട് കൊടുത്തില്ല, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരും പറഞ്ഞ് ബാലുച്ചൻ ഇവിടെ കിടന്ന് എപ്പോഴും ബഹളം വയ്ക്കും, അടിയും ഉണ്ടാക്കും. ആ കാര്യം പറഞ്ഞേ. അയ്യേ, സ്വന്തം വീട്ടിൽ നിന്ന് സ്വത്തും വായിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാൻ നാണമില്ലേ ബാലച്ച? എന്താന്ന് വലൊന്നും പറയണത് കയറി വായിച്ചേട്ടത് മണ്ടൻ്റെ മോള് വണ്ടി എല്ലാവരും എന്തോ എന്തുവാ മണ്ടൻ്റെ മോള് വണ്ടി മണ്ടൻ ഞാൻ, എൻ്റെ മോള് വണ്ടി ലച്ചു. അതൊന്നും അല്ല, ബാലച്ചന്റെ പപ്പയല്ലേ ഉദ്ദേശിച്ചത്? അയ്യോ ഞാൻ നിന്റെ പപ്പയെ പറഞ്ഞത്. നോക്കോ, ഞാൻ കാണിച്ചു തരാം. ഓ അത് ശരി. അപ്പൊ ആ കൊച്ചു ബാലുവിനെ മാതാരം പിച്ചാനൊക്കെ തുടങ്ങിയല്ലേ? എന്റെ പൊന്നെ കുറച്ച് അടുപ്പം കാണിച്ച് അവത്തായി. ആ കൊച്ചിന് ലച്ചുനൊക്കെ കിളമ്പാണ്. അച്ഛാ ഇവിടെ തോന്നില്ലേ?